പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ദൈവത്തെ അനുകരിക്കുക. എഫേസ്യൻസ് 5 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേരുപോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല. പകരം കൃതജ്ഞതാസ്തോത്രമാണ് ഉചിതം. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിപതിക്കുന്നു. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കു ചേരരുത്. പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ. പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്: ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതിനാൽ നിങ്ങൾ അവിവേകികളെപ്പോലെ ആകാതെ വിവേകികളെപ്പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്. അതിൽ ദുരാസക്തി ഉണ്ട്. മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഞാൻ ഇന്നത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ്, ഈ വചനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താണ് എങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ഇഷ്ടം. ഇപ്പോൾ കുറേ റെസ്പോൺസസ് വന്നു. അതിനകത്ത് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. മെയിനായിട്ട് പറയുന്നത് എപ്പോഴും കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞതാസ്തോത്രത്തിലും നന്മയിലും സ്നേഹത്തിലും വിനയത്തിലും എല്ലാം പ്രകാശത്തിൻ്റെ
എല്ലാ ക്രിസ്തുവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പോലെ ആവുവാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മൾ ക്രിസ്തു അനുയായി ആകുന്നത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നമ്മളെ തന്നെ സ്നേഹിക്കണം. നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളാണെന്നുള്ളൊരു ബോധ്യം വേണം. ക്രിസ്തുവിൻ്റെ മക്കളായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഡിഗ്നിറ്റി, നമ്മുടെ ഒരു ആഭിജാത്യം, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ വ്യഭിചാരം, പരദൂഷണം, മദ്യപാന സദസ്സുകൾ, കൊല, വെട്ടിപ്പ്, ഭിന്നത, ഇങ്ങനെ ഇപ്പോൾ ലോകം മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടമാടുന്നത്. നമ്മൾ അതിൽ നിന്നെല്ലാം വളരെ ജാഗരൂകതയോടെ മാറി നിന്ന് എപ്പോഴും കൃതജ്ഞതാസ്തോത്രത്തോടെ, കൃതജ്ഞതയുള്ള ഒരു ഹൃദയത്തോടെ കർത്താവിന് കൃതജ്ഞതാസ്തോത്രം അർപ്പിച്ച് പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ഈ വചനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ജീവിതം വളരെ സിമ്പിളാണ്. അതായത് വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുക. വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുക എന്ന് പറയുമ്പോൾ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ശീലിക്കുക. അപ്രകാരം ചെയ്താൽ നമ്മൾ യഥാർത്ഥ ക്രിസ്തു അനുയായികളാകും. നമ്മൾക്ക് നമ്മുടെ ജീവിതാവസാനം നമുക്ക് സ്വർഗീയ കിരീടം നമുക്ക് ലഭിക്കും. ഇതാണ് ക്രിസ്തീയതയുടെ എസൻസ്. ഈ ലോകത്തിൻ്റെ ബഹളങ്ങളും തർക്കങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മിലെ വെളിച്ചം അന്ധകാരമാകാതെ, നമ്മളിലെ വെളിച്ചം കെട്ടുപോകാതെ, വ്യർത്ഥ ഭാഷണങ്ങളിൽ ഏർപ്പെടാതെ പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്. ആമേൻ.